അനുഭവങ്ങളാണ് കൊടുക്കേണ്ടത്. കാരണം അനുഭവങ്ങൾ സ്വത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്നതാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അനുഭവങ്ങൾ കുറഞ്ഞില്ലേ എന്നതാണ്. റേഷൻ കട അവൻ കണ്ടിട്ടില്ല, അവൻ ഒറ്റയ്ക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടില്ല. അനുഭവങ്ങൾ എവിടെ കുറവുണ്ടോ അവിടെ താഴെപ്പിഴകൾ ഉണ്ടാകുമെന്നതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ സ്വത്തുണ്ടാക്കാനാണ് ഓടുന്നത്. മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അനുഭവങ്ങൾ കൊടുക്കുക എന്നതാണ്. അനുഭവങ്ങൾ കൊടുക്കൂ, മക്കൾക്ക് അനുഭവങ്ങളാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് സ്വത്തല്ല കൊടുക്കേണ്ടത്. സ്വത്ത് കൊടുക്കാൻ ഓടുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് പലതും നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടൽ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ഓർമ്മ നമുക്കുണ്ടാവട്ടെ. എന്റെ മോനെ ഞാനിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ കൊണ്ടുവരുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ കൊണ്ടുപോയി. എന്തിനാ ഇത്തരം അനുഭവം അവന് വേണം. അവന്റെ അച്ഛനെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത്, അവിടെ വരുന്ന മീറ്റിംഗ് അങ്ങനെ ഡിസിപ്ലിനാണ് ഇരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അനുഭവങ്ങളാണ് മക്കൾക്ക് സ്വത്തായി മാറുക. അതുകൊണ്ട് അനുഭവങ്ങൾ കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തത്, മക്കളെ സഹകരിക്കാൻ പഠിപ്പിക്കുക, മത്സരിക്കാൻ പഠിപ്പിക്കാതിരിക്കുക എന്നതാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിരിക്കാം, പക്ഷെ യാഥാർത്ഥ്യം അതല്ലേ. ജീവിതം എന്നത് കംപ്ലീറ്റ് സഹകരണത്തിന്റെ മേഖലയല്ലേ. സഹകരിക്കാതെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ്. നമുക്ക് ഒരാളെ തോൽപ്പിക്കുക, മറ്റാൾ ജയിപ്പിക്കുക എന്നതിന്റെ അപ്പുറത്ത് എങ്ങനെയാണ് കൂടെ ഉള്ളവരുമായി സഹകരിച്ചു പോവുക എന്ന് മക്കളെ പഠിപ്പിക്കണം. ഞാനതിന് പേരൻസിനോട് പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. ദയവായി മക്കളെ സോളോ സോങ് പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, സോളോ നൃത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഗ്രൂപ്പ് നൃത്തങ്ങളും ഗ്രൂപ്പ് പാട്ടുകളും പാടിപ്പിക്കുക. കാരണം ഞാനൊരു സംഘനൃത്തം ചെയ്യുമ്പോൾ എന്റെ അടുത്തിരിക്കുന്ന ആളുടെ ചുവടുകൾക്കനുസരിച്ച് എന്റെ ചുവടുകളെ ഞാൻ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ സോളോ ഡാൻസ് അഭിനയിക്കുമ്പോൾ എന്റെ നൃത്ത ചുവടുകൾ ഞാൻ തീരുമാനിക്കാം. പക്ഷെ എന്റെ കൂടെ ഉള്ള ആളുടെ നൃത്ത ചുവടുകൾക്കനുസരിച്ച് എന്റെ ചുവടുകൾ മാറ്റാൻ ഞാൻ പ്രാപ്തനായില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാകുമെന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് അല്ലേ കുടുംബജീവിതം. ഭർത്താവിന്റെ ചുവടുകൾക്കനുസരിച്ച്, ഭാര്യയുടെ ചുവടുകൾക്കനുസരിച്ച് ഒന്നിച്ച് നൃത്തം ചെയ്യേണ്ട കുടുംബങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നൃത്തം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമല്ലേ ഇവിടുത്തെ ഡൈവോഴ്സുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മക്കളെ സഹകരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കണം. നീ നിന്റെ കാര്യം നോക്ക്. ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പല കുടുംബങ്ങളിലും പറയും, ചേട്ടനിയമ്മ വഴക്ക് കൂടുമ്പോ പറയും, നീ നിന്റെ കാര്യം നോക്കടാ, നീ നിന്റെ കാര്യം നോക്കടാ, നീ നിന്റെ കാര്യം നോക്കടാ, നീ നിന്റെ കാര്യം നോക്കടാ എന്ന് പഠിപ്പിച്ച് വിട്ടത് കൊണ്ട് അവന് 35 വയസ്സും നിങ്ങൾക്ക് 70 വയസ്സായപ്പോ അവനവന്റെ കാര്യം നോക്കിപ്പോയി. നിങ്ങൾ എൽഡേഴ്സ് ഹോമിലായി. അപ്പൊ മക്കളോട് നീ നിന്റെ കാര്യം നോക്കുന്നല്ല പഠിപ്പിക്കേണ്ടത്, നീ അമ്മയുടെ കാര്യവും അമ്മ അച്ഛന്റെ കാര്യവും നമ്മൾ കുടുംബകാര്യം നോക്കണം എന്നാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സഹകരിക്കാൻ പഠിപ്പിക്കുക എന്നതാണ്. മൂന്നാമത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, മക്കളെ കമ്പേഷൻ ഉള്ളവരായി വളർത്തുക എന്നതാണ്. അനുകമ്പയുള്ളവരായി, സഹജീവികളുടെ സ്നേഹമുള്ളവരായി വളർത്തുക. അടുത്ത കാലത്ത് നിങ്ങളെയും എന്നെ വേദനിപ്പിച്ചൊരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വയനാട് അട്ടപ്പാടിയിൽ മധു എന്നൊരു ചെറുപ്പക്കാരൻ തല്ലിക്കൊല്ലപ്പെട്ടു. ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ വയനാട്ടിലേക്ക് ഒരു ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 25 കൊല്ലമായി ട്രെയിനിങ് മേഖലയിലുള്ള ഒരാളാണ് ഞാൻ. ട്രെയിനിങ് വളരെ നന്നായി ചെയ്യുന്ന ആളാണ്. എന്റെ കുടുംബത്തിനൊരു പ്രശ്നമുണ്ടായാൽ പോലും എന്റെ ട്രെയിനിങ്ങിനെ ബാധിക്കാറില്ല. പക്ഷേ ഈ മധുവിന്റെ മരണം എന്നെ കാര്യമായി ബാധിച്ചു. എനിക്ക് ട്രെയിനിങ് നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ല. 2 ദിവസം ഞാൻ അസ്വസ്ഥനായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് അവരുടെ അമ്മേനെ കാണണം. അങ്ങനെ ഒരു ദിവസം ഞാൻ അവരുടെ അമ്മേനെ കാണാൻ അവിടെ ചെന്നു. അമ്മയുടെ കാലുകളിൽ വീണ് മാപ്പ് പറഞ്ഞു. എന്റെ കൂടെയുള്ള സഹോദരന്മാർ ചെയ്ത തെറ്റിന് നിങ്ങളോട് മാപ്പ് പറയുന്നു എന്ന്. കാരണം ഭക്ഷണം കട്ടു എന്നതിന്റെ പേരിലാണ് നമ്മൾ അവരെ തല്ലിക്കൊന്നത്. സത്യം പറഞ്ഞാൽ പുസ്തകം കക്കുന്നവനും ഭക്ഷണം കക്കുന്നവനും കള്ളനല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പുസ്തകം കക്കുന്നവൻ ഒരു സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഭക്ഷണം കക്കുന്നവൻ ഒരു സമൂഹത്തിന്റെ ഗതികേട് സൂചിപ്പിക്കുന്നവനുമാണ് എന്നാണ്. അവനെ തല്ലിക്കൊന്ന ഒരു സമൂഹമാണ്. ആലപ്പുഴയിൽ 4 മണിക്കൂർ വണ്ടി ഇടിച്ച് ഒരാൾ റോട്ടിക്കിടുന്നു. എടുക്കാൻ ആരും ഉണ്ടായില്ല. ആ കിടന്നത് എന്റെയോ നിങ്ങളുടെയോ അച്ഛനോ സഹോദരനായിരിക്കാം എന്നാണ്. അപ്പോ സഹജീവികളോട് സ്നേഹമില്ലാത്തൊരു സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ്. എന്നോടൊരു അമ്മ ചോദിച്ചു, ഒരു മീറ്റിംഗിന് പോയപ്പോൾ ഒരു അമ്മ ചോദിച്ചു, നല്ല അമ്മ ആരാണെന്ന് ചോദിച്ചു. ഭക്ഷണം കൊടുത്തുവിടും, അമ്മ രാവിലെ ഭക്ഷണം കൊടുത്തുവിടും, വൈകുന്നേരം വരുമ്പോ ചോദിക്കും, അമ്മ മോനെ കൊടുത്തുവിട്ട ഭക്ഷണം മുഴുവനും കഴിച്ചുവോ എന്ന് ചോദിക്കുന്ന അമ്മയല്ല നല്ല അമ്മ. പിന്നെയോ നിന്റെ ക്ലാസ്സിൽ വേറെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്നുവോ മോനെ എന്ന് ചോദിക്കുന്ന അമ്മയാണ് നല്ല അമ്മ. അങ്ങനത്തെ അമ്മമാരുണ്ടാകണം എന്നതാണ് പ്രാർത്ഥന. കൊച്ചിന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് മിഠായി കൊടുത്തു, അമ്മാവൻ കൊണ്ടുവന്നതാ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്ത വീട്ടിലെ കൊച്ചു വന്നു. അപ്പൊ അമ്മ പറയാണ്, ഡാ മാറ്റിവെക്കടാ, മാറ്റിവെക്കുക. അടുത്ത വീട്ടിലെ കൊച്ചു പറഞ്ഞു, മാറ്റിവെക്ക്. ചരിത്രം ആവർത്തിക്കും.
25 കൊല്ലം കഴിഞ്ഞപ്പോ ഇവന് കല്യാണം കഴിഞ്ഞു. ഇവന്റെ ഭാര്യയുമായി മുറിയിലിരിക്കുകയാണ്. ഇവൻ നെക്ലസ് കൊണ്ടുവന്നു. നെക്ലസ് കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ കഴുത്തിലിട്ടപ്പോൾ ഈ അമ്മ, പ്രായമായ അമ്മ, ആ വാതിലിന്റെ മുൻവശത്ത് നടന്നു പോകുമ്പോ ഇവന്റെ ഭാര്യയോട് പറയും, മാറ്റിവെക്കടി, മാറ്റിവെക്കി, വയസ്സായ അമ്മ പോണു, അത് പ്രശ്നം ഉണ്ടാക്കും, മാറ്റിവെക്കി. തിരിച്ചടി കിട്ടിയില്ലേ? കൊടുത്തതല്ലേ കിട്ടുക? ഈ സഹജീവികളോടുള്ള സ്നേഹം വേണമെന്ന് മക്കളെ പഠിപ്പിക്കേണ്ട നമുക്ക് എവിടെയോ തെറ്റി എന്നാണ്. അത്തരമൊരു കമ്പാഷൻ നഷ്ടപ്പെട്ട സമൂഹം നാളെ. ഞാൻ എന്നോട് ചോദിക്കും, കുട്ടികൾക്ക് പരീക്ഷയേക്കാൾ പ്രധാനമാണ് അമ്മയുടെ ആരോഗ്യം എന്ന തിരിച്ചറിവുണ്ടാകണം. അമ്മ സുഖമില്ലാതെ കിടന്നാൽ അമ്മയെ ശുശ്രൂഷിക്കലാണ് പരീക്ഷ എഴുതുന്നതിനേക്കാൾ പ്രധാനമെന്ന് മക്കളെ പഠിപ്പിക്കണം എന്നാണ്. അത്തരം സഹജീവികളോട് സ്നേഹമില്ലാത്ത സമൂഹം ഈ നാടിന്റെ ശാപമായി മാറുമെന്നതിന്റെ സൂചനയാണ് 6 നരാധമന്മാർ കൂടി നിർഭയ എന്ന് പറയുന്ന 23 വയസ്സ് കുട്ടീനെ ബലാത്സംഗം ചെയ്തു കൊന്നപ്പോൾ വേദനയുണ്ടായി. കാരണം എനിക്കൊരു പെങ്ങളുണ്ട്. നാളെ നിർഭയയ്ക്ക് സംഭവിച്ചത് എന്റെ പെങ്ങൾക്കും സംഭവിച്ചേക്കാം. നമ്മുടെ വീടിന്റെ പുറത്ത് നടന്ന സംഭവമാണ്, പക്ഷേ നാളെ നമ്മുടെ വീട്ടിലും ഈ സംഭവം സംഭവിച്ചേക്കാം. അങ്ങനത്തെ സംഭവങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ തൊട്ടടുത്തിരിക്കുന്നവന്റെ വേദന കണ്ട് വേദനിക്കാനും തൊട്ടടുത്തിരിക്കുന്ന സന്തോഷത്തിൽ പങ്കാളിയാകാനും സ്നേഹം കൊടുത്ത് വളർത്തപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് സ്വത്തുണ്ടാക്കാൻ സമയമില്ലെങ്കിലും സ്നേഹം കൊടുക്കാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന തലമുറ ദുഃഖത്തിന്റെ തലമുറയായിരിക്കും എന്നതാണ്. ഈ മനോഹരമായ വിത്തുകളിൽ കൊടുക്കുന്ന വൃക്ഷങ്ങളെ കണ്ടെത്തുമ്പോൾ ആ വൃക്ഷങ്ങളെല്ലാം മറ്റുള്ളവർക്ക് തണൽ കൊടുക്കാനും മറ്റുള്ളവർക്ക് പഴങ്ങൾ കൊടുക്കാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അനുഗ്രഹം ലോകത്ത് വലിയ ഉയർച്ചയായി മാറട്ടെ. അങ്ങനത്തെ സന്തതിമാർ ലോകത്തുണ്ടാവട്ടെ. സുന്ദരമായ ഒരു ലോകമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. താങ്ക് യു.